നമ്പർ 19 ഓഫ് 1950 എന്ന് പറയുന്ന കരുനിയമം പിൻവലിക്കുക. ആ കരുനിയമത്തിൽ പറയുന്നത് ഹിന്ദു മതത്തിലല്ലാത്ത ഒരു പട്ടികജാതിക്കാരനും പട്ടികജാതി ആനുകൂല്യങ്ങൾക്ക് അർഹരല്ല. അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലെ പട്ടികജാതിക്കാർ അനുഭവിച്ച ആ പീഡനങ്ങൾക്ക്, സവർണ മേധാവിത്വത്തിൻ്റെ പീഡനങ്ങൾക്ക് നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ക്രിസ്തുമതം സ്വീകരിച്ചത്. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ മറ്റ് സമുദായക്കാർ അല്ലെങ്കിൽ സവർണ സമുദായക്കാരും നമ്മളെ ഉപദ്രവിക്കില്ല. പഠിക്കാനുള്ള അവസരമുണ്ട്. മറ്റേത് പഠിക്കാൻ ഒക്കില്ല, പുറത്ത് നിർത്താനേ പറ്റുള്ളൂ. ഈ 1950 ഓർഡർ വന്നപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ OBC ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി. ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് 2023 മാർച്ച് 23 ഒരു ഉത്തരവിറക്കി. ലംസംഗ്രാൻഡ് സാഹിബിന് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഫീസ് കൂടെ കൊടുത്ത് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ പാവപ്പെട്ട ദലിത് ക്രൈസ്തവ കുഞ്ഞുങ്ങൾക്കില്ല. അതുകൊണ്ട് പല കുട്ടികളും +2 കഴിയുമ്പോൾ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുന്നൊരവസ്ഥ. നമസ്കാരം. കേരളത്തിലുള്ള 20 ലക്ഷത്തോളം വരുന്ന ദളിത് ക്രിസ്ത്യാനികൾ നിരവധി പ്രതിസന്ധികളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതിന് തക്കതായ പരിഹാരം കാണുന്നില്ല എന്നാണ് ദളിത് ക്രിസ്ത്യാനികളുടെ പരാതി. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻ കേരളയുടെ ഭാരവാഹിയായ സാംസൺ സൈമൺ ജോസഫ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ആഗസ്റ്റ് 10 ഇന്ത്യൻ പ്രസിഡന്റ്, അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അവர்கள் ഒപ്പിട്ട നമ്പർ 19 ഓഫ് 1950 എന്ന് പറയുന്ന കരുനിയമം പിൻവലിക്കുക. ആ കരുനിയമത്തിൽ പറയുന്നത് ഹിന്ദു മതത്തിലല്ലാത്ത ഒരു പട്ടികജാതിക്കാരനും പട്ടികജാതി ആനുകൂല്യങ്ങൾക്ക് അർഹരല്ല. അതേസമയം പട്ടികജാതിക്കാർ അനുഭവിച്ച എല്ലാ പീഡനങ്ങളും അല്ലെങ്കിൽ അടിമത്തം ഇതെല്ലാം ഈ പാവപ്പെട്ട ക്രിസ്തുമതം സ്വീകരിച്ചവരും ഇസ്ലാം മതം സ്വീകരിച്ചവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്പെഷ്യൽ ഓർഡർ വന്നപ്പോൾ ആ ആനുകൂല്യങ്ങൾ, തുല്യ അവകാശം നിഷേധിക്കുകയുണ്ടായി. അതിനെതിരെ കഴിഞ്ഞ 75 വർഷമായിട്ട് ഇന്ത്യയിൽ മുഴുവൻ ഈ പട്ടികജാതി തുല്യ അവകാശം തിരിച്ചു തരണം, നിഷേധിക്കപ്പെട്ടത് തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടാണ് ധർണ്ണ നടക്കുന്നത്. ഡൽഹിയിൽ NCDC, നാഷണൽ കൗൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻസ് എന്ന സംഘടനയുടെ പേരിലും കേരളത്തിൽ CDC, കൗൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻസ് കേരള എന്ന സംഘടനയാണ് ഈ ധർണ്ണ നടക്കുന്നത്. ആ തുല്യ അവകാശം ലഭിച്ചാൽ വിദ്യാഭ്യാസപരമായി, തൊഴിൽപരമായി, അതുപോലെ തന്നെ സാമ്പത്തികമായി, ഇപ്പം നമുക്കിപ്പോൾ അസംബ്ലിയിൽ MLA MP ആയിട്ടൊന്നും നിൽക്കാൻ ഒക്കില്ല, ജനറലായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ പട്ടികജാതിക്കാർക്ക് സീറ്റുണ്ട്. അപ്പം നമ്മൾ അതേ അവസ്ഥയിൽ തന്നെയാണ്. ക്രിസ്തുമതം സ്വീകരിച്ചത് അവസ്ഥയ്ക്കൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. മതം വിശ്വാസം വന്നു, നമുക്ക് മതേതര രാഷ്ട്രമാണല്ലോ, ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലെ പട്ടികജാതിക്കാർ അനുഭവിച്ച ആ പീഡനങ്ങൾക്ക്, സവർണ മേധാവിത്വത്തിൻ്റെ പീഡനങ്ങൾക്ക് നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ക്രിസ്തുമതം സ്വീകരിച്ചത്. ബ്രിട്ടീഷ് മിഷണറിമാരും വന്ന് ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ, അവർ വന്ന് ക്രിസ്തുമതം പ്രചരിച്ചപ്പോൾ അതിലാകൃഷ്ടരായി ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ മറ്റ് സമുദായക്കാർ അല്ലെങ്കിൽ സവർണ സമുദായക്കാരും നമ്മളെ ഉപദ്രവിക്കില്ല. പഠിക്കാനുള്ള അവസരമുണ്ട്. മറ്റേത് പഠിക്കാൻ ഒക്കില്ല, പുറത്ത് നിർത്താനേ പറ്റുള്ളൂ. അങ്ങനെ ജോലിയുടെ കാര്യത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. പക്ഷേ ഈ 1950 ഓർഡർ വന്നപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ OBC ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി. ഇപ്പം നമ്മൾ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ പട്ടികജാതിക്കാരെ ഹിന്ദുക്കൾ അല്ല, അവർക്കുണ്ടായിരുന്ന ആ ആനുകൂല്യം നിഷേധിച്ചുകൊണ്ട് നമ്മളെ SC കണക്കിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ നമ്മളെ OBC ലിസ്റ്റിലേക്ക് മാറ്റിയുണ്ടായി. OBC ലിസ്റ്റ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലാണെങ്കിൽ 40 വിഭാഗം, 78 വിഭാഗം OBC ഉണ്ട്. അതിൽ 40% സീറ്റുകളാണ് OBC ആയിട്ട്. ഞാൻ PSC ജില്ലാ ഓഫീസറായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം 8% പട്ടികജാതിക്കാർക്കും 2% പട്ടികവർഗക്കാർക്കും 40% OBC എന്ന് പറഞ്ഞാൽ 78 വിഭാഗമുണ്ട്. അതിലൊരു വിഭാഗമായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവെർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന SCC എന്ന് പറയുന്ന വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1% സംവരണമാണ് ജോലിക്ക് നൽകുന്നത്. സബോർഡിനേറ്റ് സർവീസ് അല്ലെങ്കിൽ ശിപായി തുടങ്ങിയ ചെറിയ തസ്തികകൾ ഒഴിച്ച് മുകളിലോട്ടുള്ളതിനെല്ലാം 1%, ശിപായി തസ്തികൾക്ക് 2% സംവരണമാണ്. സബോർഡിനേറ്റ് സർവീസ് എന്ന് വെച്ചാൽ ഉയർന്ന ഇതിന് 48 ടേണും, 100 പേരുണ്ടെങ്കിൽ 48 48, 148, 248 ഇങ്ങനെ പോകും. പിയൂൺ അല്ലെങ്കിൽ ശിപായി തസ്തികൾക്ക് 2% സംവരണം, 48, 62. ഈ 2 ടേണുകളിലാണ് പാവപ്പെട്ട ഈ ദളിത് ക്രൈസ്തവർ അല്ലെങ്കിൽ പട്ടികജാതി ക്രിസ്ത്യാനികൾ വരുന്നത്. പട്ടികജാതിക്കാർ കേരളത്തിൽ 53 വിഭാഗമുണ്ട്. അതിൽ ആ പട്ടികജാതി 53 വിഭാഗം ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചേരമൻ, സാമ്പൂർ, സിദ്ധനർ, അയ്യനവർ തുടങ്ങിയ
ഏതാണ്ട് 8-9 സമുദായ ജാതികൾ മാത്രമേ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ഈ 1% സംവരണം 1953 കുമാരപിള്ള കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കേരളത്തിൽ 1 ലക്ഷം പേര് ദളിത് ക്രിസ്ത്യാനികളുള്ളൂ എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഗവൺമെൻറ് ഈ 1% സംവരണം അനുവദിച്ചത്. എന്നാൽ ഇന്ന് കേരളത്തിൽ 25 ലക്ഷം ദളിത് ക്രൈസ്തവരുണ്ട് കേരളം ഒട്ടാകെ. അപ്പോൾ ഈ 25 ലക്ഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനസംഖ്യ ആനുപാതികമായിട്ടാണ് സംവരണം നിശ്ചയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 25 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു 4% സംവരണത്തിന് നമുക്ക് അർഹതയുണ്ട്. പക്ഷേ സർക്കാർ അത് കാണുന്നില്ല. ബോധപൂർവമായിട്ട് നമുക്ക് അർഹതപ്പെട്ടത് മറ്റ് പല സമുദായങ്ങൾക്കും കൂടുതൽ സംവരണം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജനസംഖ്യയല്ല, അവിടെ ഭരണത്തിൽ അല്ലെങ്കിൽ MLA-മാർ MP-മാർ ഒക്കെ മറ്റ് സമുദായത്തിലുള്ളവർ കൊണ്ട് അവർക്ക് ഇത് നിശ്ചയിക്കാൻ കഴിയും. ദളിത് ക്രൈസ്തവരാരും ഇല്ല. 1964 ശേഷം ഇതുവരെ കേരള അസംബ്ലിയിൽ ഒരു പട്ടികജാതി ക്രിസ്ത്യാനി വന്നിട്ടില്ല. സർക്കാർ എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കുന്നില്ല എന്നാണ് മനസ്സിലായത്. ബോധപൂർവമായിട്ട് ദളിത് ക്രിസ്ത്യാനിയാണല്ലോ, പ്രത്യേകിച്ച് ദളിത് ക്രിസ്ത്യാനിക്ക് ഐക്യമില്ല. കാരണം ഒന്നാമത് വിവിധ ജാതി ഉപജാതികൾ, 2 വിവിധ സഭകൾ, എല്ലാ സഭകളിലും ദളിത് ക്രിസ്ത്യാനിയുണ്ട്. മറ്റത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാവരും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾ അല്ലെങ്കിൽ അനുഭാവികൾ, വിവിധ സഭകൾ, വിവിധ ഉപജാതികൾ, ഇങ്ങനെയൊക്കെ ഉള്ള 3 ഘടകങ്ങളാണ് ദളിത് ക്രിസ്ത്യാനിയെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി ചർച്ച ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. അത് എല്ലാ ഭരണകർത്താക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിച്ചു വരില്ല എന്നുള്ള ഒറ്റ ശ്രദ്ധയിലാണ് ഈ സർക്കാരുകൾ എല്ലാം. അത് ഇടതായാലും ശരി വലതായാലും ശരി NDA ആയാലും ഏത് ഗവൺമെൻറ്റും ആ തരത്തിലാണ് കാണുന്നത്. നിലവിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ നടന്നിരുന്നു ഈ വിഷയത്തിൽ? ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു ഈ കാര്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും വലിയ അവസരമുണ്ട്. പണ്ട് 1952 BCCF എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയുടെ ആദ്യ സംഘടന പൊതു ഐക്യവേദിയാണ്, ബാക്ക്വേർഡ് ക്ലാസ് ക്രിസ്ത്യൻ ഫെഡറേഷൻ. ആ സംഘടനയുടെ ശക്തമായ സമരം കൊണ്ടാണ് ഈ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരവും ഈ 1% ജോലിയും ലഭിച്ചത്. എന്നാൽ ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് 2023 മാർച്ച് 23 ഒരു ഉത്തരവിറക്കി. മറ്റത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ നമുക്ക് ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും ഒക്കെ സർക്കാർ തരും. ഇപ്പോൾ ഉള്ള ഈ ഗവൺമെൻറ് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ 2023 മാർച്ച് 23 ഇറക്കിയ ആ ഉത്തരവിൽ പറയുന്നത് മെറിറ്റ് സീറ്റിൽ അല്ലെങ്കിൽ റിസർവേഷൻ സീറ്റിൽ പ്രവേശനം നേടുന്നവർക്ക് മാത്രമേ ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും ഉള്ളൂ. മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ പ്രവേശനം ലഭിക്കുന്നവർക്ക് ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും ഇല്ലയെന്ന് മാത്രമല്ല അവർ ഫീസും കൊടുക്കണം. അപ്പം ഞങ്ങളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളായ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുരോഹിതന്മാരെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ സ്വാധീനിച്ച് അച്ഛ അല്ലെങ്കിൽ ബിഷപ്പെ ഒക്കെ പറഞ്ഞ് നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റ് വാങ്ങിക്കും. മറ്റ് ഇപ്പോൾ NSSO അല്ലെങ്കിൽ NDPയിലോ ഇവിടെ SNDPയിലോ ഒക്കെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടെ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്താൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ നമുക്ക് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. നമ്മളെ സംബന്ധിച്ച് അതില്ല. അച്ഛന്മാരുടെ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്, പുരോഹിതന്മാരുടെ സ്നേഹത്തിൻ്റെ പേരിൽ തന്നെ. അപ്പോൾ അങ്ങനെ നേടുന്ന നമുക്ക് കഴിഞ്ഞ കാലം വരെ നമ്മൾ ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും തന്നെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ച് 23 മുതൽ നമുക്ക് ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും ഇല്ല എന്ന് മാത്രമല്ല, നമുക്ക് ട്യൂഷൻ ഫീസും കൊടുക്കേണ്ട സ്ഥിതിയായി. എന്ന് പറഞ്ഞപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സെമസ്റ്റർ സിസ്റ്റമാണ്, 3 മാസം കൂടുമ്പോൾ ഒരു സെമസ്റ്റർ. ആ 3 മാസത്തേക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 9,000 രൂപയാണ്. അത് സ്വാഭാവികമായിട്ട് ഒരു വർഷത്തേക്കാകുമ്പോഴോ 36,000 രൂപയായി. 3 വർഷം ഡിഗ്രി 3 വർഷമാണല്ലോ. ഈ 3 വർഷം ഡിഗ്രി കഴിയുമ്പോൾ 1,80,000 രൂപ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സ്ഥിതി. ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഫീസ് കൂടെ കൊടുത്ത് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ പാവപ്പെട്ട ദളിത് ക്രൈസ്തവ കുഞ്ഞുങ്ങൾക്കില്ല. അതുകൊണ്ട് പല കുട്ടികളും +2 കഴിയുമ്പോൾ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുന്നൊരവസ്ഥ. ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലേ ഉന്നതമായ ജോലികൾ ലഭിക്കുകയുള്ളൂ, സാമ്പത്തികമായി വളരാൻ പറ്റുള്ളൂ. അതില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഞങ്ങൾ അതിനുവേണ്ടി സർക്കാരിൻ്റെ മന്ത്രിക്ക്, കേരളമന്ത്രിക്കും അതുപോലെ തന്നെ രാധാകൃഷ്ണ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനുമൊക്കെ നിവേദനങ്ങൾ കൊടുക്കുകയും ശക്തമായ രീതിയിൽ എല്ലാ ബിഷപ്പുമാരും അച്ഛന്മാരും പല സഭക്കാരും ഒക്കെ നേരിട്ട് കണ്ടെങ്കിലും സർക്കാർ ഇതുവരെ അവർ പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റ് സീറ്റിൽ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾക്ക് ലംസം ഗ്രാൻറ്റും സ്റ്റൈപ്പൻറ്റും തരണം? ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട്, നമുക്കറിയാം, പ്രവാസികളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സമുദായക്കാരുണ്ട്. പക്ഷേ ദളിത് ക്രൈസ്തവനെ സംബന്ധിച്ച് ജോലിയില്ല, അവന് വേതനമില്ല, അവൻ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നതിന് എങ്ങനെയാണ് ലക്ഷങ്ങൾ കൊടുക്കുക? അപ്പോൾ അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഡിഗ്രി മുതലുള്ള അങ്ങോട്ടുള്ള പ്രവേശനങ്ങൾക്ക്
ഇന്ന് ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. എന്തായാലും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികളും എല്ലാം തന്നെയാണ് ദളിത് ക്രിസ്ത്യാനികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ഗവൺമെൻറ് എങ്കിലും അവരുടെ വിഷയം പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.